ഈശ്വര, ഇത് മുക്കുവണ്ണൻ തന്നെയാണല്ലോ. മായ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് തന്നാൽ ഉപകാരമായിരുന്നു. ഇപ്പൊ തരാവേ, ഒരു മിനിറ്റ്. ആ ശരി, ആയിക്കോട്ടെ. എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല രാജീവ്. എനിക്ക് രാജീവിനോടൊന്ന് സംസാരിക്കണം. നന്നായി. എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു നല്ല തീരുമാനം എടുത്തല്ലോ. ഇനിയും എല്ലാരെയും വിഡ്ഢികളാക്കി മുന്നോട്ട് പോവാന്ന് വിചാരിക്കരുത്. ഈ കള്ളക്കളി ഒരു ദിവസം പിടികൂടും. ഞാൻ സംസാരിക്കാൻ തയ്യാറാ. പക്ഷേ ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. അതാണ് നല്ലത്. പറ്റിയ ഇന്ന് തന്നെ സംസാരിക്കാം. സ്ഥലവും സമയവും ഞാൻ മൊബൈലിൽ അപ്ഡേറ്റ് ചെയ്യാം. ശരി, എവിടെയാണെന്ന് രാജീവ് പറഞ്ഞാൽ മതി. ഞാൻ വരാം. എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? എവിടെയാണെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് കേട്ടല്ലോ. എവിടെ പോകുന്ന കാര്യ പറഞ്ഞത്? ഓഹോ, നീ അത്രയും കേട്ടോ? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്റെ ചെവി നല്ലത് കേൾക്കില്ല. ആവശ്യമില്ലാത്ത കേൾക്കുകയും ചെയ്യും. അതെ, നിങ്ങളെ ആവശ്യമില്ലാത്തൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോ അതൊന്നും കേൾക്കാതെ അറിയാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പറ മനുഷ്യ, എന്താ നിങ്ങൾ സംസാരിച്ചത്? അത് അറിയണമെന്ന് നിനക്ക് നിർബന്ധമാണോ? അതെ, നിർബന്ധമാണ്. എന്നാ കേട്ടോ, നമ്മളൊരു ഒളിച്ചോട്ടത്തിന്റെ കാര്യം പറഞ്ഞതാ. ചിലതൊന്നും മെഷീനിൽ വെച്ച് നോക്കിയാ അറിയ പോലുമില്ല. കണ്ടോ, ഈ കളർ വ്യത്യാസം കാണുമ്പോ അറിയാം ഇത് മുക്കുപണ്ടമാണെന്ന്. മനസ്സിലായോ? മനസ്സിലായി. ആളുകൾ പലതരത്തിലുള്ളവരാ. മാന്യരായിട്ട് തോന്നുന്നവരായിരിക്കും ചിലപ്പോ നമ്മളെ പറ്റിക്കാൻ വരുന്നത്. ചില കള്ളന്മാരെ നമ്മൾ തിരിച്ചറിയ പോലുമില്ല. അതുകൊണ്ട് സ്വർണമാണെന്ന് ഉറപ്പുവരുത്താതെ ഒരാൾക്കും പണം കൊടുക്കാൻ പാടില്ല. ശരി. എന്തെങ്കിലും സംശയം തോന്നിയ പിന്നെ ഗീതമയോ സാറിനെയോ ബോധ്യപ്പെടുത്തിയിട്ടേ കൊടുക്കാവൂ. കേട്ടോ? ഗുഡ് മോർണിംഗ് സർ. എന്താ വേണ്ടത്? കുറച്ച് സ്വർണം പണയം വയ്ക്കാനുണ്ടായിരുന്നു. ഇത് എത്ര പവനുണ്ട്? 3.5 പവനുണ്ട്. 3.5 പവൻ. നീ ഇത് നോക്കിക്കോ, ഞാൻ ഇപ്പൊ വരാം. ചേട്ടനിരിക്കെ. എത്രയാ വേണ്ടത്? ഒരു 3 ലക്ഷം രൂപ വേണമായിരുന്നു. ഈശ്വര, ഇത് മുക്കുവണ്ണൻ തന്നെയാണല്ലോ. മായ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് തന്നാൽ ഉപകാരമായിരുന്നു. ഇപ്പൊ തരാവേ, ഒരു മിനിറ്റ്. ആ ശരി, ആയിക്കോട്ടെ. സാർ. എന്താ അതിരെ? സാർ, ഇത് മുക്കുവണ്ടോ? ഒരാള് പണയം വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അയാള് ജനുവിനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ദേ, അയാളാ സാർ. ഇവൻ നമ്മളെ മുക്കാൻ വന്നവനാ.
ആ വന്നവനെ വിടരുത്, അവൻ കള്ളനാ. ഹലോ മാഡം. ഓ ശരി മാഡം. സെക്യൂരിറ്റി അയാളെ പിടിക്കേ, കള്ളനാ. കടന്ന് പടക്കാതാ. ഇങ്ങടത്തെ ഇത് എത്ര പവനാണെന്നാണ് നീ പറഞ്ഞത്? 3.5 പവൻ. മുക്കുപണ്ടെന്നൊന്ന് പറ്റിക്കാൻ നോക്കുന്നതാ. ഇതമ്മേ, സർ. പോലീസിനെ വിളിക്കേ. ശരി സർ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് കനകധാര ഫിനാൻസിന്നാ. നിങ്ങൾ മര്യാദകൾ കാണിക്കരുത്. ഞാൻ തന്നത് സ്വർണം തന്നെയാ. നിർത്തണോ അവന്റെ ഒരു സ്വർണം. സെക്യൂരിറ്റി, ഇവനെ വെളിയിൽ കൊണ്ടുപോയി കെട്ടിയിട്. ശരി സർ. നാട്ടുകാർ കാണട്ടെ. പോലീസ് ഇപ്പൊ വരും. ഞാൻ തന്നത് സ്വർണം തന്നെയാ. അത് സ്വർണം തന്നെയാ. ഞാൻ സത്യമാ പറഞ്ഞത്. എന്നെ ഇവിടെ മിടുക്കി, മിടുമിടുക്കി. കണ്ടോ, 2 ദിവസമായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. കള്ളനെ കയ്യോടെ പിടിച്ചില്ലേ? ഇതാണ് ബുദ്ധി. ഇതുപോലെ മിടുക്കും ജാഗ്രതയും എല്ലാവർക്കും ഉണ്ടാവണം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. പോലീസ് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ശരി സർ. ജോലി നടക്കട്ടെ. വന്ന പാടെ സാറിനെ കുപ്പിയിലാക്കിയല്ലേ? കാണാം. എന്താ മായ പിറുപിറുക്കുന്നേ? മായ പോയി 16ാമത്തെ ലോക്കറിൽ നിന്ന് ഗോൾഡ് എടുത്തിട്ട് വാ. ഇന്ന് വിഡ്രോവലുണ്ട്. അവള് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. എന്തായാലും സാറിന് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇനി നിന്റെ നല്ല കാലം വരാൻ പോവാ. ഇനിയും രാജീവിനോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല.